എറണാകുളം കാളമുക്കിൽ അംഗപരിമിത താമസിക്കുന്ന വീട് ജപ്തി ചെയ്തതെന്ന പരാതിയിൽ ഇടപെട്ട് ഹൈബിയുടെ MP. സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിനോട് വീട് തുറന്നു കൊടുക്കാൻ MP ആവശ്യപ്പെട്ടു. പലിശ തുകയിൽ ഇളവ് നൽകുമെന്ന് സ്ഥാപനം ഉറപ്പു നൽകി. മാളിയം വീട്ടിൽ ട്രീസയെയും അംഗപരിമിതിയുള്ള മകൾ ഷിനിയെയും 7 വയസ്സുള്ള മകനെയുമാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. ന്യൂസ് മലയാളം ഇംപാക്ട്. ഞങ്ങൾ മണപ്പുറത്തുനിന്ന് ഹൗസ് ലോൺ എടുത്താണ് 5.5 ലക്ഷം രൂപ. അത് 2019 തുടങ്ങി 24 വരെ അടച്ച്. പിന്നെ അടക്കാൻ പറ്റാണ്ടായിപ്പോയി. കൊച്ചിന് ഇച്ചിരി ലിവറിൻ്റെ കംപ്ലൈൻ്റൊക്കെ വന്ന് ആസ്പത്രി കേസൊക്കെ ആയിട്ട് ഒത്തിരി കാശ് ചിലവായതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടക്കാൻ പറ്റാണ്ടായി. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനും പറ്റാണ്ടായി. അപ്പോൾ അവർ വന്ന് ഞങ്ങളുണ്ടായില്ല, ഞാനും ഉണ്ടായില്ല, അനിയത്തി ഉണ്ടായിരുന്നില്ല. ഈ കൊച്ചും തള്ളയും മാത്രമേ ഉണ്ടായുള്ളൂ. എൻ്റെ മോളിൽ ഇച്ചിരി അംഗവൈകല്യമുള്ളതാണ്. അതിനെ കൊച്ചിനെയും കൂടി പുറത്തിട്ട് അവർ വാതിലടച്ച് കളഞ്ഞു. കൊച്ചിൻ്റെ മരുന്ന് പാല് വരെ കാച്ചിയത് എടുക്കാൻ അവർ സമ്മതിച്ചില്ല. അവർ വേഗം ഞങ്ങൾ വന്നപ്പോൾ അതിൽ മുട്ടി കൊച്ചും തള്ളയും പുറത്തിരിക്കണായിരുന്നു. ഞാനും കൊച്ചാണ് ഉണ്ടായിരുന്നത്. 2 പോലീസുകാരും ഒരു വക്കീലും പിന്നെ ആ നന്ദു പണിക്കാരനും പിന്നെ മാനേജറും 5 പേരാണ് വന്നത്. ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം എടുക്കാനുള്ളത് എടുത്തിട്ട് വേഗം വേഗം ഇറങ്ങും, ഞങ്ങൾക്ക് ഇത് അടച്ചിട്ട് എന്താണ് ഈ പോകേണ്ടതെന്ന് അവർക്ക് പറയുകയും ചെയ്തു. അമ്മക്ക് മാത്രമുള്ള വരുമാനം, എനിക്ക് പെൻഷൻ കൊണ്ടാണ് ഞാൻ കഴിയണത്. കൊച്ചു അതെ. വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, എന്തായാലും നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതിന് പിന്നാലെ എത്രയും വേഗം തന്നെ MP-യുടെ ഒരു നടപടി അല്ലെങ്കിൽ MP-യുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് MP ഇടപെട്ടിരിക്കുന്നത്? അവർക്ക് ആശ്വാസകരമാവുന്നത് എങ്ങനെയാണ്? സ്വാതി, നമ്മൾ വൈകിട്ട് ഈ വാർത്ത കൊടുത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ വിവരങ്ങൾ പുറത്തറിയുന്നത്, പുറംലോകം അറിയുന്നത്. അതിനുശേഷമാണ് ഈ വിഷയത്തിലേക്ക് MP-യുടെ ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലാണ് ഉള്ളത്. കടവന്ത്രയാണ് ഇവരുടെ മണപ്പുറം ഫൈനാൻസിൻ്റെ ഓഫീസ് ഉള്ളതായി പറയപ്പെടുന്നത്. കടവന്ത്രയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാനേജർ അടക്കം എത്തി ഉടൻ തന്നെ വീട് തുറന്നു കൊടുക്കുമെന്നാണ് MP വാക്കു നൽകിയത്. പക്ഷേ സമയം 10:30 ആയിട്ടും ഇതുവരെ ഇവിടേക്ക് മാനേജറോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നോ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. അതായത് ഓഫീസിൽ നിന്നും ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് ഓഫീസ് ടൈം കഴിഞ്ഞതിനാൽ നിങ്ങൾ സൈഡ് ഡോർ വഴി ഉള്ളിലേക്ക് കടക്കാം, അത് അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, പലിശയിലടക്കം ഇളവ് തരുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിനെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം നടത്താമെന്ന് തന്നെയാണ് ഇതുവരെയും ആലോചിച്ചിട്ടുള്ളത്. 2019 ഈ കുടുംബം മണപ്പുറം ഫൈനാൻസിൽ നിന്നും ലോൺ എടുക്കുന്നത്. 2024 വരെ ഈ കുടുംബം ലോൺ അടച്ചു. അതായത് ഏകദേശം 5,60,000 രൂപയാണ് ഈ കുടുംബം 2019 ലോൺ എടുക്കുന്നത്. 2024 വരെയും ലോൺ അടച്ചിട്ട് ഇപ്പോഴും കടബാധ്യതയുള്ളതായി പറയുന്നത് 4,50,000 രൂപ കടമുണ്ട് എന്നാണ് മണപ്പുറം ഫൈനാൻസ് ആരോപിക്കുന്നത്. അത്രയധികം പലിശയാണ് കയറിയത്. 4 സ്ത്രീകൾ മാത്രമാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത്. അതിലൊരാൾ വികലാംഗയാണെന്നുള്ളതുമാണ് ശ്രദ്ധേയമായ കാര്യം. ഈ 4 സ്ത്രീകളിൽ ഒരു ചെറിയ കുഞ്ഞുമുണ്ട്, 7 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. ആരോൺ എന്നാണ് പേര്. ആ കുഞ്ഞിന് ലിവറിൻ്റെ അസുഖം ബാധിച്ചതിനാലാണ് 2024 മുതൽ ലോൺ അടയ്ക്കാൻ സാധിക്കാതിരുന്നത്. പക്ഷേ അതിനുശേഷം അങ്ങോട്ടേക്ക് തുടർ ചികിത്സകളും ഒക്കെ തന്നെയായി ലോൺ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മണപ്പുറം ഫൈനാൻസ് വന്ന ഇത്തരത്തിൽ വീട് ജപ്തി ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് നമ്മൾ വാർത്ത നൽകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ കാര്യങ്ങൾ അറിയുകയും അതിനുശേഷം MP-യിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുനിൽക്കുമെന്നാണ് പറയുന്നത്. ഒത്തുചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ ഇപ്പോൾ സൈഡ് ഡോർ വഴി അകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മണപ്പുറം ഫൈനാൻസിൽ നിന്നും മാനേജർ അടക്കം ഇവരെ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ താൽക്കാലികമായി ഇവരെ സൈഡ് ഡോർ വഴി അകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് അവിടെ നിന്നും ഇവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവർ കാരണമായി പറയുന്നത്. ഇപ്പോൾ അവരെ സൈഡ് ഡോർ വഴി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നാട്ടുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതേപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവരെ സൈഡ് ഡോർ വഴി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. സ്വാതി, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
എറണാകുളം കാളമുക്കിൽ അംഗപരിമിത താമസിക്കുന്ന വീട് ജപ്തി ചെയ്തെന്ന പരാതിയിലാണ് ഇപ്പോൾ ഹൈബിയുടെ എംപിയുടെ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ കുടുംബം ഇപ്പോൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ വീടിന്റെ പ്രധാന ഡോർ വഴിയല്ല, സൈഡിലുള്ള വാതിൽ വഴിയാണ് ഇപ്പോൾ കുടുംബം പ്രവേശിക്കുന്നത്. കാരണം ഓഫീസ് സമയം കഴിഞ്ഞതുകൊണ്ട് പ്രധാന വാതിൽ തുറക്കാൻ കഴിയുകയില്ല എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഷീന, അവിടെ വലിയ തരത്തിൽ ആളുകൾ, ഷീന സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. അവർ ചെറിയ രീതിയിൽ പ്രതിഷേധവും മറ്റേ നോട്ടീസെല്ലാം വലിച്ചു കീറുന്നൊക്കെ കാഴ്ച കണ്ടു. അപ്പോൾ നാട്ടുകാർ വലിയ തരത്തിൽ പ്രകോപിതരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവരെന്താണ് പറയുന്നത്? നിലവിൽ അവരിപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? സ്വാതി, തീർച്ചയായും നാട്ടുകാർ പ്രകോപിതരാണ്. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീരെ വയ്യാത്ത 4 പേർ താമസിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തെയാണ് മണപ്പുറം ഫൈനാൻസ് ഒറ്റയടിക്ക് വഴിയിലാക്കിയത്. അതായത് നമ്മളിപ്പോൾ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ശക്തമായ കാറ്റും മഴയും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയും ഈ കുടുംബം ഈ വീടിന് പുറത്തായിരുന്നു. നമ്മൾ കണ്ടതുപോലെ, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ കുടുംബത്തിൽ ഒരാൾ വൈകല്യമുള്ളയാളാണ്. അയാളടക്കം ആ ലിവറിൻ്റെ അസുഖമുള്ള ആ കുഞ്ഞടക്കം വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് നാട്ടുകാർ ഇത്രയും പ്രകോപിപ്പിച്ചത്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറച്ചെങ്കിലും പൈസ അടയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള തീരുമാനം അനുസരിച്ച്, അതായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ചേരുകയും അതിനുശേഷം ഇത്തരത്തിൽ ഈ കുടുംബത്തിന് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും അതിനുശേഷം ഈ പ്രഖ്യാപിച്ച പലിശയിളവ് അനുസരിച്ചുകൊണ്ടുള്ള തുക മണപ്പുറം ഫൈനാൻസിനെ കൈമാറാമെന്നും ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ നാട്ടുകാർ എത്തിയിട്ടുള്ളത്. മരുന്നും ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ, ഇവർ പറയുന്നതനുസരിച്ച് കുഞ്ഞിനെ കാഴ്ചവെച്ച പാല് പോലും എടുക്കാൻ സമ്മതിക്കാതെയായിരുന്നു ഈ കുടുംബത്തെ മണപ്പുറം ഫൈനാൻസ് വന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. അതിനുശേഷമാണ് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കം നാട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒപ്പം നിൽക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ വാർത്തയെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇവർക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്വാതി. ഷീന, എന്തായാലും ഇപ്പം ട്രീസയാണ് കാണുന്നത്. ട്രീസ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ ഇത്രയും മണിക്കൂറായി അവർ പുറത്തിരിക്കുകയാണ്. ഷീന സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ അംഗപരിമിതിയുള്ള മകൾ ഷിനിയാണ്, അതുപോലെ തന്നെ സുഖമില്ലാത്ത 7 വയസ്സുള്ള മകൻ. അപ്പോൾ അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഇപ്പോൾ ലഭ്യമാണോ? അതിനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? നാട്ടുകാർ ചേർന്നിട്ട് ഇപ്പോൾ എന്താണ് അവിടെ സംസാരിക്കുന്നത്? അവിടെ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ്? സ്വാതി, ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇത്രയും നേരം ഭക്ഷണവും വെള്ളവും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെ വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഉടൻ തന്നെ ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നാട്ടുകാർ തന്നെ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന വിവരം. നമ്മോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ പേര്. പിന്നെ ഇത് വളരെയധികം ദയനീയമായ ഒരു കാഴ്ചയാണ്. ഞങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ആളുകളാണ്. കേട്ടറിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയമായി. പക്ഷേ ഇത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയ ഒരു വീടാണ്. അതിലവർക്ക് അറിയാമല്ലോ 4 ലക്ഷം രൂപയാണ് അതിൽ കിട്ടുന്നത്. അത് മാത്രം പോരല്ലോ. അങ്ങനെ അവർ നിവൃത്തികേട് കൊണ്ട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 5.5 ലക്ഷം രൂപ ലോണായിട്ട് എടുത്തതാണ്. അതവർ 2019 തുടങ്ങി അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 4.5 ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറയുന്നത്. നിവൃത്തിയില്ല. ആ കുട്ടി മകളാണ്, ഒരാളുണ്ടെങ്കിൽ വികലാംഗയാണ്, അതിനൊരു സുഖമില്ലാത്ത കുട്ടിയാണ്. പിന്നെ ഇവിടെ 2 ഈ അമ്മച്ചിയാണെങ്കിലും അവരുടെ അനുജത്തിയാണെങ്കിലും സുഖമില്ലാത്ത ആളാണ്. നിവൃത്തിയില്ല. ആണുങ്ങൾ ഒരു ഗൃഹനാഥന്മാർ ഇവിടെ ഇല്ല. ജോലി ചെയ്യുന്ന ആരും തന്നെ ഇല്ല. ഇവർ 4 പേരും സുഖമില്ലാത്ത ആളുകളാണ്. ഇവരടക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇന്ന് ഈ ഒരു അവസ്ഥ, ഈ വൈപ്പിന് ഈ കാളമുക്കുന്ന പ്രദേശത്തെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയൊരു വാർത്തയാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറപ്പിക്കാനുള്ള സാഹചര്യം MP ഇടപെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടുത്തെ നാട്ടുകാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ സാഹചര്യം ഇത്രയും ഭംഗിയായിട്ട് അവരെ ഇതിൽ സുരക്ഷിതമായിട്ട് കയറ്റാൻ സാധിച്ചു. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഇവരുടെ
ഇനി ഞങ്ങൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇവർക്ക് എങ്ങനെയാണ് ഇവർക്ക് അത് ശരി ഷീന, എന്തായാലും അത് ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഏറെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നാട്ടുകാരുടെ ഒരു ഇടപെടലിലൂടെയാണ് ഇപ്പോൾ എറണാകുളം കാളമുക്കിൽ അംഗപരിമിത താമസിക്കുന്ന വീട് ജപ്തി ചെയ്തെന്ന പരാതിയിൽ MP-യുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അവർ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. തുടർന്നുള്ള നടപടികളെല്ലാം നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. ആ വിവരങ്ങളാണ് ഷീന മാർട്ടിൻ നൽകിയത്.